ഉണ്ണി മുകുന്ദൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. ഒരു വീഡിയോ മാത്രമല്ല, ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ വിസിറ്റിന് പോയ സമയത്തുണ്ടായ ഒന്ന് രണ്ട് വീഡിയോസ് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. സംഗതി ഇതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ഓൺലൈൻ മീഡിയ ആണെങ്കിൽ പോലും കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു തരം ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു പ്രൈവസി മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ലിറ്ററലി ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി മോളിലൂടെ പ്രമോഷൻ പർപ്പസിന് സിനിമയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് ഇത്ര മുഖത്തിനോട് ക്ലോസ് ആയിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദനല്ല, ലോകത്തിൽ ആർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോണും ക്യാമറ ഇത്ര മുഖത്തിൻ്റെ അടുത്തുള്ളത് ദേഷ്യം വരായിരിക്കും. അപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ അത് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഭാഗ്യത്തിന് ക്യാമറ വാങ്ങി, നോർത്തിലൊക്കെ ആണെങ്കിൽ ക്യാമറയും ഫോണും വാങ്ങി അങ്ങനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആരാധകനോ ഒരു ആരാധികയോ വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ സെൽഫി എടുക്കാൻ ഒരു ആരാധകനോ ആരാധികയോ വന്നതല്ല, അവരവരുടെ ആ ചാനലിന് ആ വ്യക്തി അയാളുടെ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ആരുടെയാണോ വീഡിയോ എടുക്കുന്നത് അയാളുടെ കംഫർട്ടബിൾ സോൺ ഒട്ടും പോവാത്ത രീതിയിൽ അയാളെ കംഫർട്ടബിൾ ആക്കി വെച്ചിട്ട് വേണം ആ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഓൺലൈൻ മീഡിയ ചെയ്യേണ്ട ഒരു മാന്യത. അത് കാണിച്ചില്ല. ഒരു മനുഷ്യനൊരു നമുക്കൊക്കെ ഒരു സ്പേസ് ഇല്ലേ, നമ്മളെ ചുറ്റും ഒരു സ്പേസ് ഇല്ലേ, ആരെങ്കിലും ആ സ്പേസ് ഒരു പരിധി വിട്ട് നമ്മളിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിന് അപ്പുറം ആ ലൈൻ ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആർക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ റിയാക്ഷൻ തന്നെയേ വരുള്ളൂ. സോ അല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ നടന്നുകൊണ്ട് പോകുമ്പോൾ അയാളുടെ തലയിൽ കൂടി എന്തൊക്കെ പോവും, അയാൾക്ക് എന്തൊക്കെയാണ് അയാളുടെ മൈൻഡിൽ പോകണമെന്ന് ഒന്നും അറിയാതെ അയാൾ എന്ത് രീതിയിലാണ് അയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്, സിനിമ ഇറങ്ങിയതാണ്, സിനിമയെക്കുറിച്ചിട്ട് ഒരു മിക്സ് ബാഗ് ഇൻ ദ സെൻസ്. ഇപ്പം എനിക്ക് പടം ഇഷ്ടമായി, പടം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, റിവ്യൂവിൽ തന്നെ കുറേ പേർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ ആ പടം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനാണ് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് രണ്ടാമത് ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് ഗെറ്റ് സെറ്റ് ബേബിക്ക് അത്യാവശ്യം ആ സിനിമ ഇറങ്ങുന്ന ആ ഒരു ടൈമിലും ഇപ്പം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും അത്യാവശ്യം അത് പുഷ് ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. സോ അതൊക്കെ ചിലപ്പോൾ മൈൻഡിലുള്ളത് കൊണ്ടായിരിക്കാം ആ വ്യക്തി എന്തെങ്കിലും ചിന്തിച്ച് പോകുമ്പോഴായിരിക്കും ഈ ക്യാമറയും മൊബൈൽ ഫോണും നമ്മത്തിന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിലൊന്നും പറയാൻ പറ്റില്ലേ. ആ ചെയ്തതിൽ ഒരു തരത്തിലും എന്താ പറയുക, അതൊരു അറഗൻസ് ആണ്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഭയങ്കര അഹങ്കാരിയായിപ്പോയി, മാർക്കോടെ ഹിറ്റോട് കൂടിയിട്ട് ഇവൻ അഹങ്കാരിയാണോ എന്നൊക്കെയുള്ള അങ്ങനത്തെ ചില കമൻറ്റുകൾ കണ്ടു. അത് നിങ്ങളുടെയൊക്കെ ഫേസിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഇത്ര ഒരു ഡിസ്റ്റൻസ്, ഒരു 1 hour ഡിസ്റ്റൻസ് വിട്ടിട്ട് നിന്നാൽ നമുക്ക് പ്രശ്നമില്ല. ഇത്ര മുഖത്തിനോട് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഇറിറ്റേഷൻ അത് ഭയങ്കരമാണ്. അത് അനുഭവിക്കുന്നവർക്കോ അനുഭവിച്ചവർക്കോ ആണത് ശരിക്കും മനസ്സിലാവുക. ഇനി വേറൊരു തിയേറ്റർ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കിൽ നിന്ന് ആരോ ഇങ്ങനെ ഒരു കയ്യും കൊണ്ടിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആ നോട്ടത്തിലും ഈ പറഞ്ഞ പോലെ ചിലരിത് ഭയങ്കര മാസ് നോട്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ ഇട്ടിട്ട് 1-2 ചാനൽ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഒരൊറ്റ മാർക്കോ ഹിറ്റായതോടുകൂടി നിനക്ക് ഇങ്ങനെയാണോടാ, നിനക്ക് ആൾക്കാരെ പറ്റുന്നില്ലേടാ. എഗെയിൻ ഞാൻ പറയുന്നു, ഒരു മനുഷ്യൻ്റെ പ്രൈവസി. അയാൾ നടന്നു പോകുന്ന വഴിക്ക് പിന്നിന്നോ സൈഡിന്നോ അയാളെ നമ്മൾ കാണുന്നില്ല, മുന്നിന്നാണെങ്കിൽ പിന്നെയും നമുക്ക് കാണാം, പിന്നിന്നോ ബാക്കിന്നോ വന്നിട്ട് ഒരു കൈ ഇങ്ങനെ വന്ന് മേത്തണ്ട് തട്ടി എങ്ങനെ ഉണ്ടാവും? കംഫർട്ടബിൾ ആവുമായിരിക്കും. ആണോ പെണ്ണോ ഹൂവർ ഇറ്റ് ഈസ്, അത് കംഫർട്ടബിൾ ആണോ? നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ആ കൈ വന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ ആരുടെ ഇത്, മനസ്സിലായ? ആ സംഗതി ഉള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറയല്ലേ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. സ്നേഹയ്ക്ക് ചിലപ്പോൾ അത് ഒന്നുകൂടി കണക്റ്റ് ആവുമല്ലോടി. അതായത് ഞാനൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഇപ്പോൾ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും.
അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഒന്നും നോക്കൂല, ഒരൊറ്റ വരവാ ഇടിച്ച് കയറിയിട്ട് വരും. അപ്പം നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെങ്കിലും പറയുക അങ്ങനെയൊക്കെ ആവും. ഒറ്റ വരവുകൊണ്ട് വരും. വന്നിട്ട് പിന്നെ ഇടിച്ച് കയറി. ഞാൻ തന്നെ ചില സമയത്ത് ഇങ്ങനെ അയ്യോ എൻ്റെ അമ്മേ, എനിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ തന്നെ ഓ മൈ ഗോഡ് ഒരാൾ വന്നല്ലോ, ഞാൻ അങ്ങനെ എന്നിട്ട് ഓക്കെ ലൈക്ക് നമ്മൾ അത്രയും കോൺഷ്യസ് ആണ്, ഞാൻ അത്രയും കോൺഷ്യസ് ആണ്. അപ്പം ആ സമയത്തായിരിക്കും പെട്ടെന്നുള്ള ഇടിച്ച് കയറി വരവുകൾ. അപ്പം ആ സാധനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താകുമ്പോൾ നമ്മളൊന്ന് ഞെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മളെ റിയാക്ഷൻ ഇതായിരിക്കും, പക്ഷേ ഇത് ആരുടെ ഇത്, ഈ സാധനമേ വരൂ നമുക്ക്. അപ്പോൾ ഈ ഒരു സിനിമ നടൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചു. അതും മാർക്കോ പോലത്തെ ഒരു സിനിമ ഹിറ്റായി നിൽക്കുമ്പോൾ കൂടുതൽ സ്നേഹമാണ്, ഇഷ്ടമാണ്, എല്ലാം ഫൈനാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടവും സ്നേഹമുള്ള വ്യക്തിയെ നിങ്ങൾ കംഫർട്ടബിൾ ആക്കിയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. അവർക്ക് കംഫർട്ട് പോകുന്ന രീതിയിൽ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ ഏത് രീതിയിൽ വരും എന്ന് പറയാൻ പറ്റില്ല. സോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഉണ്ണിമുന്തൻ്റെ റിയാക്ഷൻസിൽ എനിക്ക് പേഴ്സണലി ഒരു വിഷയവും തോന്നിയിട്ടില്ല. ബട്ട് കമൻറ്റ് ബോക്സിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു വാണ്ടഡ് സാധനം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ചില കമൻസിലൊക്കെ ഓക്കെ മാർക്കോൻ്റെത് കഴിഞ്ഞു, ഇനി ബാക്ക് ടു ഉണ്ണിമുന്തൻ, ഇവനെ പിടിച്ചെന്താക്കാം 10 പറയാമെന്നുള്ള രീതിയിൽ മനഃപൂർവ്വമുള്ളൊരു ഡീഗ്രേഡിങ് സെറ്റപ്പും നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കിതിൽ ചില വീഡിയോസിന്, സെയിം വീഡിയോസ് തന്നെ കുറേ ചാനലിൽ വരുമ്പോൾ ചില വീഡിയോസ് ചില ചാനലിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാക്ക് നടന്നു എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട്.